Hi everyone, welcome to Future Plus Academy. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ 2025 ഏപ്രിൽ പബ്ലിക് എക്സാമിൻ്റെ കെമിസ്ട്രി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീ ഡിസ്കഷൻ സെഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മോഡറേറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അതായത് അത്ര ഓവർ നല്ല ടഫുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. അതേപോലെ തന്നെ അത്ര നല്ല ഈസി എന്ന് പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണവും കുറവാണ്. അങ്ങനെ ഇല്ല എന്നല്ല, ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ന്യൂമറിക്കൽസ് ഒന്നും വലിയ കുഴപ്പമില്ലാത്തതാണ് ചോദിച്ചത്. അതേപോലെ തന്നെ ഒരു മോഡറേറ്റ് എന്ന് പറയാം നമുക്ക് ഓവറോൾ പറയുകയാണെങ്കിൽ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എഴുതിയ ആൻസേഴ്സ് ഒക്കെ ഇത് തന്നെയാണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് 30 ക്വസ്റ്റ്യൻസിൻ്റെ, അതായത് കംപ്ലീറ്റ് ഒബ്ജക്റ്റീവ് കവർ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു സെഷൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ വീഡിയോ ഫുള്ള് കാണുക, എന്നിട്ട് നിങ്ങൾ ചെയ്ത ആൻസേഴ്സ് ഒക്കെ ഇത് തന്നെയാണോ എന്നുള്ളത് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സമയം കളയാതെ സെഷനിലേക്ക് കടക്കാം. ഇനി 6 മാസം കൊണ്ട് SSLC +2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG, PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ദ അവോഗാഡ്രോ നമ്പർ ഡസ് നോട്ട് ഹാവ്. അവോഗാഡ്രോ നമ്പറിന് ഇല്ലാത്തത് എന്തെന്നാണ് ചോദിച്ചത്. യൂണിറ്റ്, ഫോർമുല, ഫിക്സഡ് നമ്പർ, റെഫറൻസ് അല്ലേ. അപ്പോൾ അവോഗാഡ്രോ നമ്പർ എന്താണ്? 6.022 × 10⁻23. അത് നമ്മൾ മോൾസ് വരുമ്പോൾ മോൾസ് പറയുന്നു, ആറ്റംസ് വരുമ്പോൾ ആറ്റംസ് പറയുന്നു, മോളിക്യൂൾസ് വരുമ്പോൾ മോളിക്യൂൾസ് പറയുന്നു. പ്രത്യേകിച്ച് ഇല്ലാത്തത് എന്താണ്? അതിന് യൂണിറ്റ് ആണ് ഇല്ലാത്തത്. സോ ദ ആൻസർ ഇസ് എ യൂണിറ്റ്, ഓപ്ഷൻ എ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെർവ്സ് ആസ് എ സ്റ്റാൻഡേർഡ് ഫോർ അറ്റോമിക് മാസ് യൂണിറ്റ്സ്. അറ്റോമിക് മാസിനെ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? കാർബൺ 12 ഐസോടോപ്പ് അല്ലേ. അപ്പൊ ഏതായിരിക്കും ആൻസർ പറയാ? കാർബൺ 12 ആറ്റം. കാർബണിന്റെ 12 മാസ് നമ്പർ 12 വരുന്ന ഐസോടോപ്പാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യുക. ദാറ്റ് ഇസ് കാർബൺ 12 ആറ്റം, ഓപ്ഷൻ ബി. വേവ് ലെങ്ത് ഇസ് ദ ലീനിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ. വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മളൊരു വേവ് ഇങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ വേവ് ലെങ്ത് എന്ത് എന്നാണ് ചോദിച്ചത്. ഓൾട്ടർനേറ്റ് വേവ് ക്രസ്റ്റ്, ഓൾട്ടർനേറ്റ് വേവ് ട്രഫ്സ്, 2 consecutive wave crust and number of waves per unit length. അപ്പോൾ ഒരു വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കംപ്ലീറ്റ് വേവ് അല്ലെ. ക്രസ്റ്റ് ആൻഡ് ട്രഫ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് എ വേവ് എന്നല്ലേ നമ്മൾ പറയാ. അതായത് ഇത് മുതൽ ഇത് വരെയുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഇസ് അടുത്തടുത്തുള്ള ക്രസ്റ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മുടെ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ആൻഡ് ദ ആൻസർ വിൽ ബി സി. ഓക്കെ, moving on to next question. Which observation of Rutherford's alpha ray scattering experiment led to the conclusion that there is sufficient empty space within the atom? ആറ്റത്തിന്റെ അകത്ത് സ്പേസ് എംപ്റ്റി ആണെന്ന് പറയുന്നത് ഏത് കൺക്ലൂഷൻ ആണെന്നാണ് ചോദിച്ചത്. അപ്പൊ നമുക്കറിയാം ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് എന്നാണ് നമ്മൾ ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം നിങ്ങൾ പഠിച്ചതാണ്. സോ ദ ആൻസർ വിൽ ബി most of the alpha particle passed through the gold foil without undergoing any deflection. ഡിഫ്ലക്ഷൻ ഒന്നും ഇല്ലാതെ, തടസ്സങ്ങളൊന്നും ഇല്ലാതെ പാസ് ആയതുകൊണ്ടാണ് എന്ത് സംഭവിച്ചത്? നമ്മുടെ ആറ്റത്തിന്റെ അകത്തുള്ള മെജോറിറ്റി സ്പേസ് എംപ്റ്റി ആണെന്ന് റുദർഫോർഡ് പറഞ്ഞത്. ദ ആൻസർ വിൽ ബി എ. അമോണിയ മോളിക്യൂൾ ഹാസ് എന്താണ് അമോണിയ മോളിക്യൂളിന്റെ സ്ട്രക്ചർ എന്നാണ് ക്വസ്റ്റ്യൻ. ബെൻഡ് സ്ട്രക്ചർ, പിരമിഡൽ സ്ട്രക്ചർ, ലീനിയർ സ്ട്രക്ചർ ആൻഡ് ടെട്രാഹെഡ്രൽ സ്ട്രക്ചർ. അമോണിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും NS3 ആണ് അല്ലെ. 3 ഹൈഡ്രജൻ ബോണ്ട് ചെയ്ത് കിടക്കുന്നുണ്ട്, ഒരു ലോൺ പെയർ ഇതിന്റെ മുകളിലുണ്ട്. അതിന് sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. ടെട്രാഹെഡ്രൽ ജിയോമെട്രി ആണ്. അതിൽ ഒരു പൊസിഷൻ ലോൺ പെയർ ഒക്യുപ്പൈ ചെയ്യുന്നത് കൊണ്ട് ടെട്രാഹെഡ്രൽ വരില്ല. ആൻസർ വിൽ ബി പിരമിഡൽ. ഓക്കെ, ടെട്രാഹെഡ്രൽ ആണെന്ന് കൺഫ്യൂസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്, ബട്ട് പിരമിഡൽ ആണ്. അപ്പം അതാണ് നിങ്ങൾ എഴുതിയതെന്ന് വിശ്വസിക്കുന്നു. മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മോളിക്യൂൾ ഹാവിംഗ് sp3 ഡീഹൈബ്രിഡൈസേഷൻ. sp3 ഡീഹൈബ്രിഡൈസേഷൻ ഏതിനാണ് ഉള്ളത് എന്നാണ്? PCl5, SF6, CO2 ആൻഡ് SO2. sp3d എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു S, 3 P ആൻഡ് ഒരു D, 5 ഓർബിറ്റൽസ് ഉണ്ട് അല്ലെ. 5 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ 5 ബോണ്ടഡ് ആയിട്ടുള്ള ഒരു ആറ്റം ആയിരിക്കും ആണല്ലോ. അപ്പൊ അത് ഏതാണ് ഇതിൽ? PCl5. 5 PCl ബോണ്ട് ഉള്ളതാണ് PCl5. കറക്റ്റ് ആൻസർ ഇസ് എ. The elements which are characterized by filling of anti-penultimate 4f orbital. Anti-penultimate എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് പിറകിലുള്ളതല്ല, അതിൻ്റെയും പിറകിലുള്ള anti-penultimate ആയിട്ടുള്ള 4f ഓർബിറ്റൽ ഫിൽ ചെയ്യുന്നത് ഏതിലാണെന്നാണ് ചോദിക്കുന്നത്. സ്കാൻഡിയം ടു സിങ്ക്, വെനേഡിയം ടു കോപ്പർ,
ലാന്തനം ടു ലുട്ടീഷ്യം, സീറിയം ടു ലുട്ടീഷ്യം. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് കൺഫ്യൂസ് ആവാനുള്ള ഒരു ചാൻസ് വരുന്നത് ഇത് രണ്ടും എന്തായാലും എല്ലാം നമുക്ക് ഉറപ്പാണ്, കാരണം അത് രണ്ടും ഡി ഇലക്ട്രോൺസ് ആണ്, അല്ലെങ്കിൽ ഡി ബ്ലോക്ക് ആണ് അല്ലെ. അപ്പൊ സിയും ഡിയും തമ്മിലായിരിക്കും ലാന്തനം ടു ലുട്ടീഷ്യം ആണോ സീറിയം ടു ലുട്ടീഷ്യം ആണോ എന്ന്. ദ ആൻസർ ഇസ് സീറിയം ടു ലുട്ടീഷ്യം, ബിക്കോസ് ലാന്തനം ടു ലുട്ടീഷ്യം എന്ന് നമ്മൾ 4Fനെ പറയുമെങ്കിലും ലാന്തനം ശരിക്കും ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. ലാന്തനം കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ് എന്ത് വരുന്നത്, സീറിയം ടു ലുട്ടീഷ്യം. അവരെ നമ്മൾ ലാന്തനോയിഡ്സ് എന്ന് പറയുന്നു. ലാന്തനോയിഡ്സ് പറയുന്നത് കൊണ്ട് ലാന്തനം ആണോ എന്ന് നിങ്ങൾക്ക് കൺഫ്യൂസ് ആവാൻ ചാൻസ് ഉണ്ട്. ആൻസർ ഇസ് സീറിയം ടു ലുട്ടീഷ്യം. ദ ട്രാൻസിഷൻ എലമെന്റ്സ് ഷോ ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഡ്യൂ ടു. എന്തുകൊണ്ടാണ് ട്രാൻസിഷൻ എലമെന്റ്സിന് മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും കൂടുതൽ വരുന്നത്? ലാർജ് അറ്റോമിക് സൈസ് ആൻഡ് വെരി ഹൈ ഡെൻസിറ്റീസ്, സ്മോൾ അറ്റോമിക് സൈസ് ആൻഡ് വീക്ക് ഇന്റർ അറ്റോമിക് ബോണ്ടിങ്, ലാർജ് അറ്റോമിക് സൈസ് ആൻഡ് സ്ട്രോങ് ഇന്റർ അറ്റോമിക് ബോണ്ടിങ്, സ്മോൾ അറ്റോമിക് സൈസ് ആൻഡ് സ്ട്രോങ് ഇന്റർ അറ്റോമിക് ബോണ്ടിങ്. ആൻഡ് ദ ആൻസർ വിൽ ബി ഡി. ചെറിയ അറ്റോമിക് സൈസ് കുറവായതുകൊണ്ടും സ്ട്രോങ് ഇന്റർ അറ്റോമിക് ബോണ്ടിങ് ഉള്ളതുകൊണ്ടുമാണ്. In the equilibrium reaction, Cr272- plus water gives 2Cr4 2- plus 2H plus. The orange color is observed when the medium is. Medium എന്ത് സ്റ്റേറ്റിൽ നിൽക്കുമ്പോഴാണ് ഓറഞ്ച് കളർ കാണുന്നതാണ് ക്വസ്റ്റ്യൻ. അസിഡിക് മീഡിയം ആണ് ആൻസർ വരിക. Okay, the ion Fe2 plus having outermost electronic configuration 3D will have the number of unpaired electron. എന്താണ് Fe2 plus ന്റെ unpaired electronsന്റെ നമ്പർ ആണ് ചോദിച്ചത് അല്ലെ. അപ്പം അയൺ എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ 26 ആണ്. 26 എന്ന് പറയുമ്പോൾ 3d64s2 ആണ് വരിക. ഓക്കെ, 3d64s2. അപ്പൊ Fe2 plus ആയതുകൊണ്ട് തന്നെ ഈ 4s2 ഇലക്ട്രോൺസ് പോയിട്ടുണ്ടാവും. അങ്ങനെ വരുമ്പോൾ 3d6 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഫില്ലിങ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ഇങ്ങനെ വരും. ഓക്കെ, ആദ്യത്തെ 5 ഫില്ല് ചെയ്യുന്നു, 6ാമത്തതിന് അടുത്തതിൽ ഫില്ല് ചെയ്യുന്നു. അപ്പൊ എത്ര നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്? 4. ആൻസർ ഇസ് 4. Okay, next question. The density of ethylene diamine is. Ethylene diamine ഒരു ലിഗാൻഡ് ആണ് അല്ലെ. ഈത്തേൻ 1,2-diamine എന്ന് നമ്മൾ അതിന് പറയും. അതിന്റെ ഡെൻസിറ്റി വരുന്നത് 2 ആണ്. ഇറ്റ് ഇസ് എ ബൈഡെൻഡേറ്റ് ലിഗാൻഡ്. ഓക്കെ, ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഒബ്ജക്റ്റീവ് സെക്ഷനിൽ വന്ന മെജോറിറ്റി ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ കുറച്ചൊരു കോൺസെപ്റ്റ് ഇത്തിരി ബേസിലുള്ള ആൾക്കാർക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഒബ്ജക്റ്റീവ് ടൈപ്പ് തന്നെ ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും ഒബ്വിയസ്ലി എക്സാം പാസ് ആവാലോ ഇല്ലേ. അപ്പൊ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ക്രോസ് ചെക്ക് ചെയ്യുക, നിങ്ങൾ ആൻസർ ചെയ്തത് കറക്റ്റ് അല്ലേ എന്നുള്ളത്. 12th question, the functional isomerism is shown by. Functional isomerism എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറെന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് അല്ലെ. അപ്പൊ ഇതിൽ 2 പോസിബിലിറ്റീസ് വരുന്നുണ്ട്. എയും വരാം, അതേപോലെ തന്നെ ബിയും വരാം. ഓക്കെ, ഈ 2 പോസിബിലിറ്റീസും ഉണ്ട്. കാരണം എന്താണ്? C3H8O അല്ലെ. നമുക്ക് എന്ത് വരാം? ഫങ്ഷണൽ ഐസോമറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കഹോൾസും വരാം, അതേപോലെ തന്നെ അത് മേ ബി അത് ഈത്തർ ആയിട്ടും വരാം. അതേപോലെ തന്നെ C3H6O2 എന്ന് പറയുന്നത് ആസിഡ് ഗ്രൂപ്പും ആവാം, അഥവാ എസ്റ്റർ ഗ്രൂപ്പും പോസിബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് ഈ 2ൽ ഏതും ആൻസർ വരാം. ഓക്കെ, 2ഉം കറക്റ്റ് ആണ്. മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പ്രോഡക്റ്റ് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ ഇസ്. അപ്പൊ ഈ ഒരു റിയാക്ഷൻ നിങ്ങൾ കണ്ടോ, നൈട്രോബെൻസീനെ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ആൻഡ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യാണ്. അപ്പൊ ഈ ഒരു റിയേജന്റ് എന്താണ് അവിടെ ചെയ്യുന്നത്? നൈട്രേഷൻ ആണ് ചെയ്യുന്നത്. ഒരു NO2 ഗ്രൂപ്പിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, അതിൽ ഓൾറെഡി ഉള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്? NO2 ആണ്. ആൻഡ് ദിസ് NO2 ഗ്രൂപ്പ് ഇസ് മെറ്റാ ഡയറക്റ്റിംഗ്. എന്തുകൊണ്ടാണ് മെറ്റാ ഡയറക്റ്റിംഗ് ആവുന്നത്? NO2 എന്ന് പറയുന്നത് ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഇഫക്റ്റ് കാണിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വരുന്ന അപ്കമിങ് ന്യൂക്ലിയോഫൈൽ, ഇവിടെ നമ്മൾ നൈട്രേഷൻ ചെയ്യുന്നത് കൊണ്ട് ഇവിടുത്തെ ന്യൂക്ലിയോഫൈൽ ഏതാണ്? NO2+ ആണ്, മെറ്റാ പൊസിഷനിലായിരിക്കും. ആൻഡ് ദ ആൻസർ ഇസ് 1,3-dinitropenzene. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. ഓക്കെ, which of the following is not a hormone? ഇതിൽ ഏതാണ് ഹോർമോൺ അല്ലാത്തത്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹോർമോൺസ് നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും ഏതാണ്. നയാസിൻ അല്ലെ, പ്രൊജസ്ട്രോൺ, ടെസ്റ്റോസ്റ്റെറോൺ ആൻഡ് വാസോപ്രസിൻ 3ഉം ഹോർമോൺസ് ആണ്. എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, which of the following is not a biodegradable polymer? ബയോഡിഗ്രേഡബിൾ പോളിമർ അല്ലാത്തത് ഏത്? ആൻസർ വരുന്നത് PMMA ആണ്, കാരണം അതൊരു സിന്തറ്റിക് പോളിമർ ആണ് അല്ലെ. ഓക്കെ, സിന്തറ്റിക് റബ്ബർ ഇസ് ആൻ ഇംപ്രൂവ്മെന്റ് ഓവർ നാച്ചുറൽ റബ്ബർ മെയിൻലി വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ്. എന്താണ് സിന്തറ്റിക് റബ്ബറിനെ നാച്ചുറൽ റബ്ബറിനെക്കാളും പ്രത്യേകത? ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ടെൻസൈൽ സ്ട്രെങ്ത്, റെസിസ്റ്റൻസ് ടു ഓയിൽസ്, ഗ്യാസ്, സോൾവെന്റ്സ്, ഹൈ ഇലാസ്റ്റിസിറ്റി, ഹാർഡ്നെസ്. ഇതിൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക, റെസിസ്റ്റൻസ് ടു ഓയിൽസ്, ഗ്യാസ് ആൻഡ് സോൾവെന്റ്സ്.
ഓക്കെ, അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 17th ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ദ ഫോളോയിങ് ബൈ ഗിവൺ ഓപ്ഷൻസ് ബിലോ. ഈ ഓപ്ഷൻസ് ഏതാണ് കറക്റ്റ് എന്ന് വെച്ച് എടുത്തെഴുതുക. ദ മാസ് ഓഫ് ഫോർമുല യൂണിറ്റ് ഓഫ് Ne3PO4 ഇസ്. Ne3PO4ന്റെ മാസ് എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എല്ലാ എലമെന്റ്സിന്റെയും കറസ്പോണ്ടിങ് മാസ് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ സോഡിയത്തിന്റെ മാസ് എത്രയാണ്? 23 ആണ്. 3 സോഡിയം ഉള്ളതുകൊണ്ട് 23 × 3 പ്ലസ് ഫോസ്ഫറസിന്റെ 31 ആണ്. 31 പ്ലസ് ഓക്സിജൻ 4 ഉണ്ട്. 16 × 4 ആൻഡ് ദ ആൻസർ വിൽ ബി 164. ഓക്കെ, 164 കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണ്. മൂവിങ് ഓൺ ടു നെക്സ്റ്റ്. ഇൻ ബ്യൂട്ടനോയിക് ആസിഡ്. ബ്യൂട്ടനോയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താ? CH3 CH2 CH2 COOH. ഓക്കെ, ദ പെർസെൻറ്റേജ് ഓഫ് കാർബൺ ബൈ മാസസ്. എത്രയാണ് മാസിന്റെ പെർസെൻറ്റേജ്? സോറി, കാർബണിന്റെ മാസ് പെർസെൻറ്റേജ് എന്നാണ്. അപ്പൊ മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഓഫ് ദ എലമെന്റ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദ കോമ്പൗണ്ട് അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ ടോട്ടൽ മാസ് കണ്ടുപിടിക്കണം. അപ്പൊ എന്താണ്? 4 × 12 പ്ലസ് 8 × 1 പ്ലസ് 16 × 2. അപ്പൊ ആൻസർ എത്ര വരും? 48 പ്ലസ് 8 പ്ലസ് 32, 88 അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ മാസ് പെർസെൻറ്റേജ് ഓഫ് കാർബൺ ആണ്. 4 കാർബൺ ഉണ്ട്. 4 കാർബൺ എന്ന് പറയുമ്പോൾ ടോട്ടൽ 48 ഉണ്ട്. 48/88 × 100 ആണ്. ദ ആൻസർ വിൽ ബി 54.45%. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ കറക്റ്റ് ആൻസേഴ്സ് വരുന്നത് ഇത് രണ്ടുമാണ്. Next, read the passage given below and answer the following question. The Schrodinger wave equation accounts for the 3 quantum numbers: principal, azimuthal and magnetic quantum numbers. The 4th quantum number does not arise while solving SWE and describes spin for the electron. Okay, which quantum number describes the energy level and determines the electron from the nucleus? ഏതാണ് എനർജി ലെവൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഈസി ആണല്ലേ. ഏതാണ്? N ആണ്, അഥവാ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ് അതിന് ആൻസർ വരിക. Okay, if psi is the wave function, what is psi square? Easy ആണ്. psi square എന്താണ്? ഇലക്ട്രോൺ പ്രോബബിലിറ്റി ഡെൻസിറ്റി ആണ്. അതായത് ഇലക്ട്രോണിനെ കാണാൻ പ്രോബബിൾ ആയിട്ടുള്ള ആ ഒരു സ്പേസ് അല്ലെങ്കിൽ ആ ഒരു പ്രോബബിലിറ്റി ഡെൻസിറ്റിക്കാണ് നമ്മൾ psi square എന്ന് പറയുന്നത്. അതിന്റെ ഒരു കറസ്പോണ്ടിങ് ഗ്രാഫ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, കൺഫ്യൂസ്ഡ് ആവാനൊന്നുമില്ല. ഇതൊക്കെ നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, റൈറ്റ് ട്രൂ ഓർ ഫോൾസ്. ട്രൂ ഫോർ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഫോൾസ് ഫോർ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. Only the valence electrons are represented in Lewis structure. Obviously correct ആണ്, അത് ട്രൂ ആണ്. കാരണം നമുക്കറിയില്ല ലൂയിസ് ഡോട്ട് സ്ട്രക്ചേഴ്സ് വെച്ച് ജസ്റ്റ് വാലൻസ് ഷെല്ല് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. The dipole moment is independent of electronegativities of 2 bonded atom. ഒരിക്കലും അല്ല. ഡൈപോൾ മൊമെന്റ് വേണം എന്നുണ്ടെങ്കിൽ തന്നെ ഒബ്വിയസ്ലി അവിടെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് വേണം. സോ ദാറ്റ് ഇസ് ഫോൾസ്. Complete the following by given options below. Options താഴെ തന്നിട്ടുണ്ട്. As carbonate ion shows resonance, so does dash. ഏതാണ് റെസൊണൻസ് കാണിക്കുന്ന വേറെ ഇതിലുള്ളത്? സൾഫർ ഡൈഓക്സൈഡ്. സൾഫർ ഡൈഓക്സൈഡും റെസൊണൻസ് കാണിക്കും. അതിൽ S ഡബിൾ ബോണ്ട് O ബോണ്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ വരെ SO2 ആണ്. According to dash principle, electrons in an atom fill the orbitals in the order of increasing energy level. എനർജി ലെവൽ കൂടുന്നതിനനുസരിച്ച് ഫിൽ ചെയ്യുന്നത്, അതിനെപ്പറ്റി പറയുന്നത് ഇത് പ്രിൻസിപ്പിൾ ആണ്. ദ ആൻസർ ഇസ് ഓഫ് ബോ പ്രിൻസിപ്പിൾ. Moving on to next question, 21st question ആണ്. Complete the following by given options below. The covalent hydrides are CH4 and dash. CH4 അല്ലാതെ വേറെ ഏതാണ് covalent hydride എന്നാണ് ചോദിക്കുന്നത്. The answer is HCl. Okay, the formation of a particular metallic oxide is determined by the dash of the metal ion. എന്ത് വെച്ചിട്ടാണ് ഓക്സൈഡ്സ് ഫോം ചെയ്യുന്നത്? നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുക അതിന്റെ സൈസ് വെച്ചിട്ടാണ്. അപ്പം സൈസ് ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. Okay, read the passage given below and answer the following questions. The alkaline earth metal atom is smaller size compared to its adjacent alkali metal. Alkali metal എന്ന് പറഞ്ഞ group 1 ആണ്, alkaline group 2 ആണ്. This is due to the added protons in the nucleus which exerts a pull on the electrons in an atom. The reduction in size shows higher control of the nucleus on electrons in the shell. Why alkaline earth metals are less electropositive than alkali metals? എന്തുകൊണ്ടാണ്? ഡയറക്റ്റ് ഇതെന്ന് നമുക്ക് എഴുതിക്കൂടെ? Due to the added protons in the nucleus which exerts a pull on the electrons in an atom. ഡയറക്റ്റ് അത് വായിച്ചാൽ കിട്ടുന്ന ഒരു ആൻസർ ആണ്. ഓക്കെ, ഹൗ ഡു ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് അച്ചീവ് നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ? നോബൽ ഗ്യാസ് കിട്ടണമെങ്കിൽ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് 2 ആണ്. അതിന്റെ ബാലൻസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 2 ആണ്. ആ 2 എണ്ണത്തിനെ കൊടുത്തിട്ട് +2 ചാർജ് ആയിട്ടാണ് അത് നോബൽ ഗ്യാസ് ഫോർമേഷൻ എടുക്കുക. ബൈ റിമൂവിങ് 2 ഇലക്ട്രോൺസ് ആണ് ആൻസർ വരിക. Read the passage and answer the following. You must have learned through the media that ozone layer depletion in the upper atmosphere is causing a great environmental concern.
Ozone is an allotrope of oxygen. It is also used to purify air in tunnels. Ozone tails mercury and tailing effect can be removed by washing with the dilute acids. Identify the incorrect statement. ഇതും ഡയറക്റ്റ് ഈ പാസേജിൽ നിന്ന് എടുത്ത് എഴുതാനുള്ളതാണ്. അപ്പോൾ ഇതിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാ വരാൻ നോക്കുക. Mercury loses its meniscus on reaction with ozone. Mercurous oxide is formed when mercury reacts with ozone. Ozone remains intact in tailing of mercury. State the use of ozone in inorganic chemistry. Answer വരുന്നത് ഓപ്ഷൻ സി ആണ്. Ozone remains intact in tailing in mercury. Okay. Next, second question, state the use of ozone in inorganic chemistry. നമ്മളത് വരുന്നത് it is used as a powerful oxidizing agent. Oxidizing agent ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഓസോൺ. ഓക്കെ, നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിലും നമ്മൾ ചെയ്യുന്നുണ്ട്, ഓസോണലൈസിസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ദ ഫോളോയിങ് ആണ്. കോളം 1ഉം കോളം 2ഉം തമ്മിൽ മാച്ച് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് റിയാക്ഷൻ നിങ്ങൾ നോക്കുക. ഫസ്റ്റ് റിയാക്ഷൻ എന്താണ് അവിടെ സംഭവിക്കുന്നത്? നിങ്ങൾ ഒരു ആൽക്കൈൽ ഹാലൈഡിനെ നമ്മൾ സോഡിയം ആയിട്ട് റിയാക്ട് ചെയ്യാണ് അല്ലേ. അങ്ങനെ റിയാക്ട് ചെയ്യുന്ന വൺ ആൻഡ് ഓൺലി റിയാക്ഷനേ ഉള്ളൂ. കാരണം നമുക്ക് കിട്ടുന്നത് എന്താണ്? ഡബിൾ ആണ് അല്ലെ. എത്രയാണോ അതിന്റെ ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം കിട്ടുന്നത്, വൺ ആൻഡ് ഓൺലി റിയാക്ഷൻ ആൻഡ് ഇറ്റ് ഇസ് വുഡ്സ് റിയാക്ഷൻ. അപ്പൊ തേർഡ് വൺ ആണ് ഇതിന്റെ ആൻസർ വരിക. CH3Cl+H2 ഹൈഡ്രജൻ അഡീഷൻ ആണ്, അതായത് റിഡക്ഷൻ ആണ്. ഇൻ ദ പ്രസൻസ് ഓഫ് എ മെറ്റൽ, പ്ലാറ്റിനത്തിന്റെ പ്രസൻസിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഹൈഡ്രജനെ ആഡ് ചെയ്യാണ്. ആൻഡ് ദ റിയാക്ഷൻ ഇസ് കാറ്റലിറ്റിക് റിഡക്ഷൻ. ഫസ്റ്റ് വൺ. ഓക്കെ, CH3CH2CH2CH3 അതായത് സ്ട്രേറ്റ് ചെയിൻ ബ്യൂട്ടെയിൻ ആണ്. ഈ ബ്യൂട്ടെയിനെ നമ്മൾ AlCl3 HCl പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 2-methyl propane കിട്ടുന്നു. അവിടെ എന്താ നടക്കുന്നത്? നമ്മൾ സെയിം മോളിക്കുലർ ഫോർമുല ആണ്, ബട്ട് ഡിഫറെന്റ് എന്താണ്? സ്ട്രക്ചറൽ ഫോർമുല ആണ്, സ്ട്രക്ചറൽ ഐസോമേഴ്സ് ആണ്. ആൻഡ് ദ റിയാക്ഷൻ ഇസ് ഐസോമറൈസേഷൻ. CH4+Cl2 gives CH3Cl. അവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്? ഹാലജനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആൻഡ് ദ ആൻസർ ഇസ് 2 ഹാലജനേഷൻ റിയാക്ഷൻ. നെക്സ്റ്റ് ആണ്, കംപ്ലീറ്റ് ദ ഫോളോയിങ് റിയാക്ഷൻസ്. CH3COOH+CH3CH2OH. എന്താണ് അവിടെ നടക്കുന്നത്? എസ്റ്റർ ഫോർമേഷൻ ആണ് അല്ലെ. അതായത് നമ്മൾ ആസിഡിന്റെ OHഉം ആൽക്കഹോളിന്റെ Hഉം റിമൂവ് ചെയ്തിട്ട് നമുക്കൊരു എസ്റ്റർ ഉണ്ടാവുന്നു. അപ്പൊ എങ്ങനെയാണ്? CH3COOCH2CH3 വരും ആൻസർ. നെക്സ്റ്റ് വൺ C6H5N2+Cl- ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിനെ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ സിമ്പിൾ റിയാക്ഷൻ ആണ്. ആൻസർ ഇസ് ഫിനോൾ ആണ് ആൻസർ വരിക. OH അവിടെ ഇൻട്രൊഡ്യൂസ് ആവും. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിലുള്ള മെജോറിറ്റി ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് ആണ്. നമ്മൾ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് വെച്ചിട്ടുള്ള ഡൈസോഡൈസേഷൻ റിയാക്ഷൻ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതിനെ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ ഫിനോൾ കിട്ടുന്നു. Next one, read the passage given below and answer the following questions. A substitution reaction involves the displacement of one atom or group in a molecule by another atom or group. Aliphatic compounds undergo nucleophilic substitution reactions. In aromatic hydrocarbons, an electrophilic reagent attacks the aromatic ring because the latter is electron rich. Name the product formed when benzene reacts with the concentrated HNO3 and concentrated H2SO4. നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ വേറെ റിയാക്ഷൻ ആണ് അല്ലേ. എന്താണ് അതിന്റെ ഉദ്ദേശം? നൈട്രേഷൻ ആണ്. നൈട്രോ ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ബെൻസീനിൽ നൈട്രോ ഗ്രൂപ്പ് വന്നാൽ എന്താ? നൈട്രോബെൻസീൻ. ഈസി അല്ലേ, ഡയറക്റ്റ് ആണ്. വാട്ട് ഇസ് ഒബ്സർവ്ഡ് വെൻ ബ്രോമിൻ വാട്ടർ ഇസ് ആഡഡ് ടു എൻ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ? നമ്മൾ അൺസാച്ചുറേഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ബ്രോമിൻ വാട്ടർ. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബണിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രോമിൻ വാട്ടറിന്റെ കളർ ഡിസപ്പിയർ ആവും. ഓക്കെ, ദ കളർ ഓഫ് ദ ബ്രോമിൻ വാട്ടർ ഒരു ഓറഞ്ച് കളറാണ് ഉണ്ടാവുക, അത് ഡിസപ്പിയർ ആവുന്നത് കാണാൻ പറ്റും. റൈറ്റ്, ട്രൂ ഓർ ഫാൾസ് ഫോർ ദ കറക്റ്റ് and incorrect statement. Monohydroxybenzene is called phenol. Obviously monohydroxybenzene phenol, true ആണ്. And electrophile is an electron rich neutral species ആണോ? Electrophile അല്ലെ, electron loving ആണ്. electron loving എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ obviously those are electron deficient. അപ്പൊ ഇത് false ആണ്. Read the passage given below and answer the following questions. The first synthetic fiber made was nylon 66. This was quickly introduced commercially and has high tensile strength, tough resistance to abrasion. Multiple uses make it an outstanding fiber. Which type of linkage are found in the molecule of nylon 66? അതെന്താണ്? ഒരു polyamide ആണ് അല്ലെ. polyamide polymer ആണ്, അല്ലെങ്കിൽ polyamide linkages ആണ്. And the answer is amide linkages. What are the name of monomers of nylon 66? Easy ആണ്. hexamethylene diamine and adipic acid. നിങ്ങൾ സെറ്റ് ഓഫ് പോളിമേഴ്സും അതിന്റെ മോണോമേഴ്സും പഠിച്ചതാണ്. അതിൽ എന്തായാലും നിങ്ങൾ മിസ് ചെയ്യാതെ പഠിച്ചിട്ടുണ്ടാവേണ്ട ഒരു പോളിമർ ആണ് നൈലോൺ 66 അല്ലെ.
Okay. ഇനി നമ്മൾ 29th question, state Rolle's law for solution. Write the mathematical expression. Rolle's law states that the partial vapor pressure of an each volatile compound in an ideal mixture is equal to the vapor pressure of the pure component multiplied by its mole fraction. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയും പറയാം, partial vapor pressure is directly proportional to mole fraction. അതായത് P1 equal to P10 into Chi1 ഇങ്ങനെ എഴുതിയാലും കറക്റ്റ് ആണ്. മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അവിടുത്തെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് പ്യോർ സോൾവെന്റിന് അത് വേപ്പർ പ്രഷർ അറ്റ് ദ പ്യോർ സ്റ്റേറ്റിലുള്ള വേപ്പർ പ്രഷർ ആണ് നമ്മുടെ അവിടുത്തെ കോൺസ്റ്റന്റ് വരുന്നത്. Reverse next question, define reverse osmosis and state its one application. ഓസ്മോസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണല്ലോ റിവേഴ്സ് ഓസ്മോസിസ്. നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ആപ്ലിക്കേഷൻ എന്താണ്? ഡീസലൈനേഷൻ ഓഫ് സീ വാട്ടർ. അല്ലെങ്കിൽ നമ്മൾ ഈ കടലിലെ ഉപ്പ് വെള്ളത്തിന് നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു ഉപ്പ് രസം ഒഴിവാക്കിയിട്ട് ഡ്രിങ്കിങ് വാട്ടർ ആയിട്ട് അല്ലെങ്കിൽ അല്ലാത്ത നോർമൽ യൂസേജിന് വാട്ടർ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡീസലൈനേഷൻ ചെയ്യുന്നിടത്താണ് നമ്മൾ റിവേഴ്സ് ഓസ്മോസിസ് യൂസ് ചെയ്യുന്നത്. റിവേഴ്സ് ഓസ്മോസിസ് ഇസ് എ പ്രോസസ് where an external pressure is applied to force a solvent from region of high solute concentration through a semi-permeable membrane to an area of low solute concentration. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഓസ്മോസിസ്. ഇവിടെ ചോദിച്ചത് റിവേഴ്സ് ഓസ്മോസിസ് ആണ്. Last question, calculate the enthalpy change for the complete combustion of 116 gram of butane. Butane combustion reaction തന്നിട്ടുണ്ട്. ഡെൽറ്റ എച്ചിന്റെ വാല്യൂ -2658 കിലോജൂൾ പെർ മോൾ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എൻതാൽപ്പി, ടോട്ടൽ എൻതാൽപ്പി ആണ്. അപ്പൊ ടോട്ടൽ എൻതാൽപ്പി കണ്ടുപിടിക്കാൻ സിമ്പിൾ ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു ആ ഒരു ചേഞ്ച് ഇൻ എൻതാൽപ്പി അല്ലെ. അപ്പൊ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് എന്താണ്? ഗിവൺ മാസ് 116 ആണ്. ബ്യൂട്ടൈന്റെ മോളാർ മാസ് വരെ 58 ആണ്. നിങ്ങൾക്ക് കണ്ടുപിടിക്കുക അല്ലെ, ബ്യൂട്ടൈൻ ആണ്, ഈസി അല്ലേ. അപ്പൊ നമ്പർ ഓഫ് മോൾസ് equal to 116 by 58 and the answer will be 2 moles. 2 into നമുക്ക് ഇവിടെ തന്ന എൻതാൽപ്പി ചേഞ്ച് എന്താണ്? -2658 കിലോജൂൾ പെർ മോൾ ആണ്. അതിന് ഇൻറ്റു നമ്പർ ഓഫ് മോൾസ് 2 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ വിൽ ബി -5316 കിലോജൂൾ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു 30 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ടോട്ടലി ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിലുള്ള ആൻസേഴ്സ് ഒക്കെ നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാവർക്കും എക്സാമിനൊക്കെ നല്ല മാർക്ക് വരട്ടെ റിസൾട്ട് വരുന്ന സമയത്ത്. ഇതുപോലെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള മോർ കണ്ടന്റ്സിന് വേണ്ടിയിട്ട് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച്.